ഒരു മോര് കറി വെക്കാൻ പോവുക. എല്ലാവരും മോര് കറി വെക്കും, പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിലും ഓരോരുത്തർക്കും ഓരോരോ വ്യത്യാസങ്ങളുണ്ടല്ലോ, ആ രീതിയിലൊരു മോര് കറി നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ പറയണം. ഇല്ലെങ്കിൽ വെറൈറ്റി ആണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. 2 പച്ചമുളക് കീറിയിടുക. 2 പച്ചമുളക് കീറി പരുവത്തിന് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നു. അതിനകത്ത് ശകലം മഞ്ഞപ്പൊടി, ശകലം മുളക് പൊടി, ശകലം ഉപ്പും നമ്മൾ ചേർത്ത് ഇത് വേവാൻ വയ്ക്കുകയാണ്. നമ്മൾ വെച്ച മുളകും വെള്ളവും എല്ലാം തിളച്ചതിന് ശകലം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തൈര് അങ്ങോട്ട് ഒഴിക്കാം. ഉണ്ടോ, ഇതുപോലെ കുറുകിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒറ്റ അടി മതി എന്ന് പറഞ്ഞത്. ഇങ്ങനെ കട്ടിക്ക് ഇതിനകത്ത് ജീരകപ്പൊടി ചേർക്കുവാണ്. ഇച്ചിരി ഏറെ ജീരകപ്പൊടി ചേർക്കണം, ഒരു കുഴപ്പമില്ല, നല്ല. ഉലുവാപ്പൊടി അതുപോലെ തന്നെ ഉണക്കി പൊടിച്ച ഉലുവാപ്പൊടിയാണേ. ചേർത്ത് നല്ലപോലെ നമ്മൾ അതിനെ അങ്ങോട്ട് യോജിപ്പിക്കുക മോര് കറിക്കകത്തോട്ട്. കണ്ടോ, എന്നിട്ട് മോര് കറി ഒന്ന് ചൂടാവുകയും ചെയ്യാവോ, തിളക്കരുത്. തൈര് ഒന്ന് ചൂടാകണം. കൊഴുപ്പ് കണ്ടോ, ഇത്തിരി ലൂസ് ആവരുത്. മോര് കറി ഇച്ചിരി കൊഴുക്ക എടുത്തെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. ഇതൊന്ന് ചൂടായിട്ടുണ്ടേ. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് കടുക് വറക്കാം. വറുക്കുന്നതിനകത്ത് നമുക്ക് ഇച്ചിരി കടുക്, അത് കുറച്ച് ജീരകം, വറ്റൽമുളക്, വേപ്പിലയും കൂടെ തവിയിലൊഴിച്ച് വെച്ച് നമുക്ക് പതുക്കെ അങ്ങോട്ട് താത്തേക്ക്. കണ്ടോ, ആ ജീരകം കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് മോരിനകത്ത്. കണ്ടോ, അടിപൊളി മോര് കറി റെഡി.